Hello guys, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന്റെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ മേളിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്യാതെ ആ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണാനായിട്ട്. ഞങ്ങളുടെ ഈ രണ്ടാമത്തെ വീഡിയോ വരുന്നതിൽ കുറച്ച് ഡിലേ വന്നു. അത് ഞങ്ങൾക്ക് കുടുംബമായിട്ട് കോവിഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ പാർട്ട് ഇറക്കാൻ കുറച്ച് വൈകിയത്. അതിന് സദയം ക്ഷമിക്കുക. ഈ UK-ലേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസ എങ്ങനെ കിട്ടുമെന്നും അതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതായത് ബയോഡാറ്റ എങ്ങനെ ഉണ്ടാക്കണമെന്നും പറഞ്ഞുള്ള നേരത്തെ ഉള്ള വീഡിയോ ഉണ്ട്. പിന്നെ ഇതിന് തൊട്ട് മുമ്പത്തെ പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ട് ഇറക്കിയിട്ടുണ്ട്. അത് ദയവായി നിങ്ങൾ കാണുക. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് അതിന് അപ്ലൈ ചെയ്യുകയും കുറച്ച് പേർക്കൊക്കെ അതിന് ജോലി കിട്ടുകയും ചെയ്തു. അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പണച്ചെലവില്ലാതെ UK വരുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ. അത് അങ്ങനെ വരാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളും ഈ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതും പ്രകാരം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹെവൻലി ലീഡർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പോലെ ചോദ്യങ്ങൾ, ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏറെക്കുറെ 99% ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നേരെ പോകാം. അടുത്തതായിട്ട് അവർ ചോദിക്കാൻ പോകുന്ന ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ ടു ഡീൽ വിത്ത് എ അഗ്രസീവ് പേഷ്യൻറ്റ് എന്നുള്ള ഒരു, അല്ലെങ്കിൽ റെസിഡൻറ്റ് എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉത്തരം പറയാമെന്ന് നോക്കാം. അഗ്രസീവ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത്, നമ്മൾ ആ സമയത്ത് വെരി കാമായിട്ട് ഇരിക്കണം. പിന്നെ പേഷ്യൻ്റ് എന്താണ് ആങ്സൈറ്റി, അല്ലെ എന്തുകൊണ്ടാണ് ഇത്രയും അഗ്രസീവ് ആവുന്നതെന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ അവരെ കംഫോർട്ട് ചെയ്യണം. നമ്മളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം, അവർക്ക് ഫീൽ ചെയ്യണം. അതായത് അവർക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരാൻ വേണ്ടി നമ്മുടെ പ്രസൻസ് അവിടെ നമ്മൾ കാമായിട്ട് നമ്മളൊരു കംഫോർട്ടിങ് എൻവയൺമെന്റ് അവർക്ക് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. So when you are dealing with a patient who is aggressive, you should be very calm and allow the patient to express their concern or their need. Even though they are angry or they are very aggressive, you have to maintain a very calm environment in yourself. And then you should always maintain an eye contact, not prolonged, that can make them more aggressive. So maintain an eye contact in between and allow them to express their concern or their need and provide them a very calm or a comforting environment. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഹൗ ടു സോൾവ് കോൺഫ്ലിക്റ്റ് ഇൻ യുവർ ടീം എന്നുള്ള ചോദ്യമായിരിക്കും. അത് എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത്, so if a conflict happens between two employees in a team, we will try to listen to both the parties. We will listen to what the problem is and we will listen to both the parties, and we will not take any sides to anyone, but we will try to talk to each of them so that we can solve the problem between them. If the problem doesn't get solved, we will move on to the manager and let them know that such a problem has been happening, and if there is a need, an incident needs to be raised. ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് അല്ലെങ്കിൽ മെഡിസിൻ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ചോദ്യമാണ്. ഇങ്ങനെ ആയിരിക്കും ആ ചോദിക്കുന്നത്, ഇഫ് എ റെസ്റ്റോറൻറ്റ് റിഫ്യൂസ് ഫുഡ് ഓർ മെഡിസിൻ വാട്ട് യു വിൽ ഡു എന്നുള്ള ചോദ്യമായിരിക്കും ചോദിക്കുന്നത് നിങ്ങളോട്. അപ്പോൾ എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. If a resident refuses food or medicine, if it is food, we cannot compel them to have food because they will be more aggressive and it will lead into other concerns. So we will not force them to have any food. So we will inform the manager because they are refusing food, or we will have to inform the GP so that we can get some supplements for the resident. But if he is refusing food, most of the food medicines that is given to the residents who are admitted who are in the care homes will be covered medicines. Covered medicines is that we can put them in the food and give them, or we can put them in the drinks what they have. So most of the medicines, if they refuse, we can give them in what they eat or what they drink. But if they refuse to have food, we cannot compel them to have it because they can become more aggressive. So what you can do is make them calm and give them their time to bring down their aggressiveness, and they then tell them that it is very important that they need to have food and let them have it, and we have to document it.
സീനിയർ കെയർ വിസയ്ക്കാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിന് മെയിനായിട്ടും ഒരു ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾ പലയിടത്തുനിന്ന് മനസ്സിലാക്കി. അത് 6 Rs 5 Cs എന്താണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് നോക്കി വെക്കണം. അത് ഇങ്ങനെ പറയാം. 6 Rs 5 Cs നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 Cs എന്ന് പറയുമ്പോൾ കമ്പാഷൻ, കൺസേൺ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഓരോന്നായിട്ട് അവർക്ക് എടുത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഇപ്പൊ കമ്പാഷൻ എന്താണ്, നീ ഒരു പേഷ്യന്റിനെ ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നീ ആ കമ്പാഷൻ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം അവർ ഒരു 5 Cയിൽ നമ്മൾ ആ 5 Cs എന്താന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിക്കുവാണ് നിങ്ങൾ ഒരു കമ്പാഷൻ എങ്ങനെയാണ് നിങ്ങളുടെ പേഷ്യന്റിനോട് കാണിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എക്സാമ്പിൾസ് ഇട്ട് പറയാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ സ്ഥലത്തും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ പറയാവുന്നതാണ്. ഈ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് ഇൻസിഡൻസ് പോലെ. ഇപ്പം ഈ നാട്ടിൽ കൂടുതലും നമുക്ക് എന്തൊരു സംഭവം ഉണ്ടായാലും നമ്മൾ ഇൻസിഡന്റ് റേസ് ചെയ്യും. ആ ഇൻസിഡന്റ് റേസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം പിന്നെ ഈ നാട്ടിലും എന്തെങ്കിലും ഒരു കൺസേൺസ് പേഷ്യൻസിനുണ്ടെങ്കിൽ അവർക്ക് ലീഗലി മൂവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, കൂടുതൽ നമ്മളിവിടെ കാണപ്പെടുന്നത്. അപ്പം നമ്മളെ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഇൻസിഡൻസ് ഒക്കെ നമുക്ക് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രൂഫായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു നാട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്യുമെന്റേഷൻ. കാരണം ഇപ്പൊ ലീഗലി മൂവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ നമുക്ക് ഫോറായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ കമ്പനിയെയും സേവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസിഡൻസ് അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. If they ask me this question, I would say that I would keep the incidents and the documentations because it can save me and my company if any of the patients move legally against any concerns that they have. So it is very important to save me and my company. That is why I keep incidents and reports. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. MC ആൻഡ് ഡോൾസ് ഇങ്ങനെ തന്നെ അടിച്ചു നോക്കിയാൽ മതി. ഡോൾസ് MC ഇവിടുത്തെ കുറേ ആക്റ്റുകളും ഇങ്ങനെ മെൻ്റൽ കപ്പാസിറ്റിയെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറേ ഇൻ ഡീറ്റെയിൽഡായിട്ട് ഗൂഗിളിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ തറവായിട്ട് നിങ്ങൾ വായിക്കണം. നിങ്ങളോട് ചോദിക്കാൻ വളരെ പ്രാധാന്യമുള്ള ചോദ്യം തന്നെയാണ്. അത് നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടുന്നതുകൊണ്ട് നമ്മൾക്കത് മൊത്തം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഗൂഗിളിൽ നന്നായിട്ട് നോക്കുക. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനൊരു സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ വിൽ യു ഹാൻഡിൽ എ സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. So if you are having a stressful environment at work, what I will do is that I will take a break and I will think about the situation that I am going to face or I am facing. And if that situation is a situation where I cannot handle it by myself, I will talk to my senior or the manager which is handling the residential home or the care home. And if I can handle it by myself, I will handle it in a very calm manner and I will not jump into conclusions. കൂട്ടത്തിൽ തന്നെ ചോദിക്കാൻ ഒരു ചോദ്യത്തിന് സാധ്യതയുള്ളത് വേർ ഡു യു വാണ്ട് ടു സീ യുവർ സെൽഫ് ഇൻ നെക്സ്റ്റ് 5 years എന്നുള്ള, അതായത് 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ആയിരിക്കും എന്നുള്ള ഒരു ചോദ്യം അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു ചോദ്യം അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെ പ്ലസൻ്റായിട്ട് കോൺഫിഡൻറ്റോടുകൂടി നമ്മൾ ഇങ്ങനെ പറയാവുന്നതാണ്. So what do you want to see yourself in the next 5 years? It's a common question that is asked to everyone who attends an interview. So make sure that you go with an answer for this because that is a sure question for all, even for healthcare assistants or nurses or for anyone who works in UK. So when you are asked this question, you can say that, you can boldly say that I would like to see myself. If you are a nurse, you could say that I would like to see myself as a nurse in the next 5 years. Or if you are not a nurse, you can say that I know that there are more education standards and education opportunities in this country. So I would like to go for further higher education and would like to place myself in the post of a manager in the coming next 5 years. So this is a question that is going to be asked for everyone. So make sure you have an answer for this. വളരെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ വേറൊരു ചോദ്യമുണ്ട്. ഇഫ് യു സീ സമ്മൺ ബീങ് അബ്യൂസ്ഡ് എന്നുള്ള, നിങ്ങളുടെ ഹെൽത്ത് സെക്ടറിൽ ആരെങ്കിലും അബ്യൂസായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം മെയിനായിട്ടും ചോദിക്കുന്നതാണ്. അത് ഇങ്ങനെ പറയുന്നത്. So if you see that a patient is being physically abused in the care home, you should immediately inform your manager
you should not keep it to yourself. You should inform your manager, and you should raise an incident that the patient is being abused. So by the end of the interview, they will surely ask everybody that, do you have any questions to ask us? So it is not only for nurses or HCS. It's a normal pattern of UK interview to ask us that, do you have any questions? So you don't have to say that, no, I don't have any questions. You can ask them that, is there anything that I need to do next, or when will I know an update about this interview? You can ask them, you can boldly ask them. So they will be giving you a reply. They will be telling you mostly that the HR will be contacting you, or they will be giving you a reply. So you can ask them that question. So whenever you give a answer to the questions, we were not able to give you examples because this video is going to be too lengthy. So whenever you give an answer to the questions, it's always best, or it is always suitable to give an example, an experience what you have undergone according to the questions. So it is always a good thing if you could give an example with the questions that's being answered, so they know that you can communicate well with them. So communication is what they mainly look into, then more than your knowledge when you speak to them. So it is always better to put an example when you answer the questions. ഇതൊക്കെയായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയാൽ ചോദിക്കാം, ഒരു 99% ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഞങ്ങൾ പലരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളാണ്. പലർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇതൊരു നല്ലൊരു റിസൾട്ട് ലഭിക്കുകയും ഈ രാജ്യത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞങ്ങളുടെ പഴയ വീഡിയോകളെല്ലാം കണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതെല്ലാം ഒന്നുകൂടെ കാണണം എന്ന് ഞങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അല്ല, ഞങ്ങളോട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു FB പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, ഹെവൻലി വീട് എന്നുള്ള പേജുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പബ്ലിക് കാണണ്ട എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രമേ നമുക്ക് അങ്ങനെ അയക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.